നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞതുപോലെ സംസ്ഥാന ഫിലിം അവാർഡ് വിവാദം, കഴിഞ്ഞ വർഷം ഫിലിം ഫെസ്റ്റിവൽ വിവാദം, ഈ വർഷവും ഫിലിം ഫെസ്റ്റിവൽ വിവാദത്തിൽ തന്നെ അവസാനിച്ചു. മുമ്പൊക്കെ ആണെങ്കിൽ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊതിക്കറിവൊക്കെ പറയുന്നതായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് ചെയർമാൻ രഞ്ജിത്തിന് നേരെ തന്നെയാണ് എന്താ പറയുക പോർമുഖം തുറക്കുന്നത്. അത് രഞ്ജിത്ത് കുഴപ്പക്കാരനായതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും രഞ്ജിത്ത് കുഴപ്പക്കാരനായതുകൊണ്ടല്ല. എന്നാൽ രഞ്ജിത്ത് കുഴപ്പക്കാരനല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും രഞ്ജിത്ത് കുഴപ്പക്കാരനാണ്. നമ്മളൊരു സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണനും ഷാജി കരുണും പ്രിയദർശനും ഒക്കെ ഇരുന്ന സീറ്റല്ലേ. ആ സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെ പെരുമാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ, ഞാനീ എന്താ പറയുക ഒരു തീരുമാനം പറഞ്ഞിരുന്നല്ലോ, നമ്മളെ ഫിലിം ഫെസ്റ്റിവലിൻ്റെ 7 അയലത്ത് പോലും അടുപ്പിക്കില്ല. ഇനി ഒരു എന്താ പറയുക ഭരണമാറ്റം വന്ന് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ വരട്ടെ, അപ്പോൾ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാമെന്ന് ഒരു ശപഥമെടുത്തതുപോലെ നടക്കുന്ന ആളാണെങ്കിലും ഞാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്ന ടാഗോർ തിയേറ്ററിൽ പോകാറുണ്ട്. ടാഗോർ തിയേറ്ററിൽ പോയാണല്ലോ ഞാനിപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്നത്. ഒരാൾ അവിടെ ഇട്ട് എന്നെ പട്ടി തണ്ടി എന്നൊക്കെ വിളിച്ചത്. അത് കുഴപ്പമില്ല, അദ്ദേഹം പട്ടി തണ്ടി നീ ആരുടെ മലയാള സിനിമയുടെ ചരിത്രം പറയാനെന്നൊക്കെ ചോദിച്ചതിന് എല്ലാവരും പ്രതീക്ഷിച്ചത് ദിനേശ് എന്താ മിണ്ടാതെ നിന്നെന്നാണ്. ഞാൻ മറുപടി പറഞ്ഞില്ലല്ലോ. പകരം നമ്മുടെ ചാനലിലൂടെ മറുപടി പറഞ്ഞു. നിങ്ങൾ കണ്ടു നോക്കൂ, 1,00,000 പേരാണ് 3 ദിവസം കൊണ്ട് കണ്ടത്. എന്നെ ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര്. സിനിമയിലുള്ളവരുടെ പേര് പറയുന്നത് ശരിയല്ല, കാരണം അദ്ദേഹത്തിനും വേണ്ടപ്പെട്ടവരാണ്. ദിനേശ് ആണൊരുത്തനായി നീയെങ്കിലും മറുപടി പറഞ്ഞല്ലോ. കഴിഞ്ഞ 10, 25, 30 വർഷക്കാലമായി ഈ മനുഷ്യൻ എല്ലാവരും തെറി വിളിക്കുന്നു. ആരും പ്രതികരിക്കാത്തതുകൊണ്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഞാനാണ്. നീയെങ്കിലും പറഞ്ഞല്ലോ. നമ്മൾ ആ വിഷയം വിടാം. ഞാൻ പറയാൻ വന്നത്, ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്ന ടാഗോർ തിയേറ്ററിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ രഞ്ജിത്തിൻ്റെ മുഖം ഇരുന്നോണം കാണാം. അപ്പോൾ ഞാൻ അറിയാതെ മനസ്സിൽ ചിരിച്ചു. കാരണം ഈ LKG പിള്ളേരെ പോലെ ഈ നുള്ളി പിച്ച് എന്നൊക്കെ പറഞ്ഞ് പിണങ്ങൂല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫെസ്റ്റിവൽ സമാപന യോഗത്തിൽ കൂക്കു വിളിച്ചവരെ പട്ടി എന്നൊക്കെ വിളിച്ചതിനെ കുറിച്ച് നമ്മളൊരു പ്രോഗ്രാം ചെയ്തിരുന്നില്ല. അതിൻ്റെ ചുരുക്കമായിരിക്കാം. എന്നെ പൂരത്തിന് പോലും കണ്ട ഒരു പരിചയം രഞ്ജിത്ത് കാണിച്ചില്ല. അപ്പോൾ എനിക്ക് ചിരി വന്നു അറിയാതെ. വൈസ് ചെയർമാനായ ലംബോപ്രമനും സെക്രട്ടറിയായ അജോയ് ചന്ദ്രനും ഒക്കെ എന്നോട് നന്നായിട്ട് പെരുമാറി. പക്ഷേ ഇദ്ദേഹം മസിൽ പിടിച്ച് പോയി, പരിചയമില്ലാത്ത പോലെ. ഞാനും അങ്ങനെ തന്നെ പോട്ടേന്ന് വെച്ചു. എനിക്ക് വേണമെങ്കിൽ കൈ കയറി പിടിച്ചിട്ട് ഹലോ സുഖമാണോ എന്ന് കേൾക്കാം, വേണ്ടാന്ന് വെച്ചു. കാരണം ചിലപ്പോൾ പുള്ളി അങ്ങനെ കയ്യിൽ ചെയർമാൻ്റെയൊക്കെ കൈ പിടിക്കാമോ, പ്രോട്ടോക്കോൾ അനുസരിച്ച് ഗവർണറുടെ തൊട്ട് താഴെയല്ലേ, നമ്മൾ പിടിക്കാൻ പാടില്ല. ഗവർണറെ ഇവിടെ പുലിവാലി പിടിച്ച് കിടക്കുന്നതിനിടയിൽ ഞാൻ പോട്ടേന്ന് വെച്ചു. എന്തായാലും വളരെ മോശമായിപ്പോയെന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഞാനതിൽ രഞ്ജിത്തിനെ മാത്രം കുറ്റം പറയില്ല. ടൈംസ് ഓഫ് ഇന്ത്യക്കാരോ ടൈംസ് ഓഫ് ഇന്ത്യക്കാർ അവർ പോയി അദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഉടുപ്പിൻ്റെ ബട്ടൺസ് ഒന്നും ഇടാതെ സിഗരറ്റൊക്കെ രജനീകാന്ത് സ്റ്റൈലിൽ ചുണ്ടിലൊക്കെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തോ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടൊക്കെ അഭിമുഖത്തിൽ പങ്കെടുത്തു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പാണ്. പക്ഷേ എന്നാലും ഒരു അക്കാഡമി ചെയർമാൻ, അല്ലെങ്കിൽ അക്കാഡമി ചെയർമാനും വിടാം, മലയാളത്തിൽ അറിയപ്പെടുന്ന എല്ലാവരും മരിച്ചു പോയില്ലേ, നല്ല തിരക്കഥാകൃത്തുക്കളെല്ലാം മരിച്ചു പോയില്ലേ. അപ്പോൾ ഇപ്പോൾ തിരക്കഥാരംഗത്ത് നമ്പർ 1 നിൽക്കുന്നത് രഞ്ജിത്താണ്. കാരണം MT സാർ എന്തായാലും ഇനി എഴുതില്ല. ജോൺ പോൾ പോയി, ലോഹിതദാസ് പോയി, ശ്രീനിവാസൻ രോഗിയായി. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ മനുഷ്യൻ, നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ നടനും ഒക്കെ ആയ നോട്ടബിളായൊരു മനുഷ്യനാവുമ്പോൾ ക്യാമറയുടെ മുന്നിലിരിക്കുമ്പോൾ കുറച്ച് ഉത്തരവാദിത്വം കാണിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ. അല്ല ഞാനിങ്ങനെ വേർ ബോഡി ആയിട്ടിരുന്നാൽ, അല്ലെങ്കിൽ ബട്ടൺസ് ഇടാതെ ഇരുന്നാൽ, ഇപ്പോൾ MT സാർ നേരെ ഒരിക്കലും മുണ്ടെടുക്കില്ല, എണീക്കുമ്പോൾ ഒക്കെ മുണ്ടഴിഞ്ഞു പോകില്ലേ. അതുപോലെ ബട്ടൺസ് ഇവിടെ എങ്ങും മുകളിലത്തെ ബട്ടൺസ് ഒന്നും ഇടില്ല. അത് ഓരോരുത്തരുടെ ശീലമെന്ന് വിചാരിക്കാം. പക്ഷേ എന്നാലും ടൈംസ് ഓഫ് ഇന്ത്യക്കാർക്ക് താഴെ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിക്കാനുള്ള അവസ്ഥ കൊടുക്കരുതായിരുന്നു. ഒന്നാമത് ഒരു സിഗരറ്റ് വലിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല ഇപ്പോൾ രഞ്ജിത്തിന്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ബുദ്ധിമുട്ടും
അദ്ദേഹത്തിൻ്റെ സിഗരറ്റ് വലിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരുടെ മൊത്തം കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഒരു നല്ല ചെറുപ്പക്കാരൻ എത്ര പെട്ടെന്ന് ഒരു അനാരോഗ്യവാനായി മാറിയെന്ന് എനിക്ക് തോന്നി. എന്നാലും അദ്ദേഹം അതിൽ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം എനിക്കിഷ്ടപ്പെട്ട ഉത്തരമായിരുന്നു. അദ്ദേഹം പറയുന്നത്, കഴിയുമെങ്കിൽ ഞാനടക്കമുള്ള സിനിമാക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകരുത് നിങ്ങൾ, പത്രക്കാരോട് പറയുകയാണ്. വെറുതെ വേസ്റ്റാണ് അതൊക്കെ. സത്യം ഞാൻ കേൾക്കട്ടെ, ഇപ്പോൾ യൂട്യൂബർമാർ പോയി എന്തെല്ലാം ഇൻ്റർവ്യൂ ചെയ്യുന്നു, വേസ്റ്റല്ലേ? എന്തെങ്കിലും സത്യം പറയൂ ആരെങ്കിലും. കുറേ പൊങ്ങച്ച വർത്താനം എടുത്തുകൊണ്ട് വന്ന് അവിയലും തോരനും സാമ്പാറും ഒക്കെ ആയിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ച് വെട്ടിയിടുന്നല്ലാതെ. രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണ്. കഴിയുമെങ്കിൽ താനടക്കമുള്ള സിനിമാക്കാരെ ഇൻ്റർവ്യൂ ചെയ്യരുത്. സൈദ്ധാന്തികതയും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇല്ല. കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തേങ്ങാക്കൊലയും ഇല്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ദിലീഷ് പോത്തനോ ശ്യാം പുഷ്കരനോ അല്ലെങ്കിൽ ലിലോ ജോസ് പല്ലിശ്ശേരിയോ ഇരിക്കുന്നിടത്തേക്ക് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വാക്ക് പോലും കടന്നു വരാറില്ല. സത്യമാണ്. അവർ അത്തരം ഭാരങ്ങളൊന്നും തലയിലെടുത്ത് വയ്ക്കാറുമില്ല. അവർ ചിന്തിക്കുന്നത് സിനിമ. ഹരീഷിൻ്റെ കഥയുടെ സാധ്യത ലിജോ മനസ്സിലാക്കുന്നിടത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന വാക്കിന് ഇടമില്ല. അവർ തിരക്കഥ പൂർത്തിയാക്കുന്നു, സിനിമ ചെയ്യുന്നു. ഒന്നാമത് ചർച്ച സൈദ്ധാന്തികത എന്നൊക്കെ പറയുന്നതിലേക്ക് കയറിപ്പോകേണ്ട ഒരു കാര്യവുമില്ല. അവിടുന്ന് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഈ പറഞ്ഞ ദിലീഷ് പോത്തനെയോ ശ്യാം പുഷ്കരനെയോ ലിജോ പല്ലിശ്ശേരിയൊന്നും കണ്ടാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെ സമയം വേസ്റ്റാക്കാൻ അവർക്കില്ല. അവർ പുതിയ 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 ചിന്തകളുമായി പുതിയ സിനിമകൾ ചെയ്യുന്നു എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. 100% രഞ്ജിത്ത് പറയുന്നത് ശരിയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് ഒന്ന് വിശകലനം ചെയ്താൽ മതി എന്നാണ് പത്രക്കാർ കൊടുക്കുന്ന ഉപദേശം. കഴിയുമെങ്കിൽ ഞാനടക്കമുള്ള സിനിമാക്കാരെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യരുത്. അതുപോലെ തന്നെ വിജയുടെ ലിയോ, ഷാരൂഖ് ഖാൻ്റെ ജവാൻ എന്നീ സിനിമകളൊക്കെ നല്ല കളക്ഷൻ കിട്ടിയ സിനിമകളായി. ഒരു സൈദ്ധാന്തികതയും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഒന്നും ഈ സിനിമകൾക്കില്ല. കോഴിക്കോടൻ ഭാഷയിൽ നേരത്തെ പറഞ്ഞാൽ ഒരു തേങ്ങാക്കൊലയും ഇല്ല. 2-2.5 മണിക്കൂർ ഹാപ്പി ആയിട്ട് കണ്ടിട്ട് അത് കാണാൻ കയറുന്നവർ വീട്ടിലേക്ക് പോകും. ഏറ്റവും കൂടുതൽ ആളുകൾ തമ്മിൽ ഇഷ്ടമില്ലാതെ ജീവിക്കുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കല സിനിമ മേഖലയാണെന്ന്. രഞ്ജിത്ത് പറഞ്ഞത് 100% ശരി എന്ന് ഞാൻ പറയും. കാരണം ഒരുത്തൻ നന്നാവുന്നത് കണ്ടുകൂടാത്ത മേഖലയാണല്ലോ സിനിമ. ഒരുത്തൻ രക്ഷപ്പെടുന്നു എന്ന് കണ്ടാൽ അവനെ എങ്ങനെ തുലയ്ക്കാം എന്നാലോചിക്കും. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ യൂട്യൂബ് ചാനൽ 1,65,000 എന്ന് ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞത്, ഇപ്പോൾ 168 കഴിഞ്ഞു. അപ്പോൾ 1,68,000 പേര് ശാന്തിവിള ദിനേശിൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ രാമൻ നമ്പ്യത്തിനെക്കുറിച്ച് യേശുദാസിനെക്കുറിച്ച് ആദ്യമായി യേശുദാസിനെ കൊണ്ടൊരു പാട്ട് പാടിച്ച രാമൻ നമ്പ്യത്തിനെക്കുറിച്ച് ചെയ്ത പ്രോഗ്രാം 2 ലക്ഷം കഴിഞ്ഞ് പോകുന്നു എന്ന് കാണുമ്പോൾ ഇവിടെ പലർക്കും സിനിമാക്കാർക്ക് സഹിക്കുന്നില്ല. ഇപ്പം തന്നെ ഒരു യൂട്യൂബിലൊരു സാധനം ഓടിപ്പോകുന്നുണ്ട്. എൻ്റെ പേര് കേസ് കൊടുത്ത ഒരു മഹതി ഉണ്ടല്ലോ ഇവിടെ, ആരോ മരിച്ചിടത്ത് ഞാൻ ഭാരത് ഭവനിൽ 2-3 പേരുടെ സിനിമാക്കാരുടെ ഇടയിൽ ഞാനിരിക്കുമ്പോൾ എൻ്റെ മുന്നിലൂടെ പോയപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല, അങ്ങ് പോട്ടെന്ന് വെച്ചു. ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ അറിഞ്ഞില്ല, അവരും ചിലപ്പോൾ അറിഞ്ഞിരിക്കില്ല. എന്നിട്ട് അവർ സിനിമയിലുള്ള 2-3 തമ്പുരാക്കന്മാരെ അടുത്ത് പോയി ഒന്ന് വാചകം അടിക്കുന്നു. മറ്റവ ഇരിക്കുന്ന കണ്ടില്ലേ, നീ ഉടക്കാത്തത് ഒരുത്തൻ്റെ കേക്ക്, ശബ്ദം കൊടുക്കുന്ന ഒരുത്തൻ്റെ കേക്ക്. അപ്പോൾ അവൻ പറയാ ഉടക്കിയാൽ അടി അടക്കും, അതുകൊണ്ട് ഞാൻ ഉടക്കാൻ പോയില്ല. നന്ദി കെട്ടവനായതുകൊണ്ടാണ് അങ്ങനെ പറയണേ. അല്ലെങ്കിൽ ആ മുഖത്ത് നോക്കി ചോദിച്ചനെ ഞാനിതിനെ അദ്ദേഹത്തിനോട് ഉടക്കണേ, അല്ലെങ്കിൽ ദിനേശ് ഏട്ടനാണെന്ന് മുമ്പ് വിളിച്ചിരുന്നു. പോട്ടെ ദിനേശ് എന്ന് പറഞ്ഞാൽ ദിനേശിനോട് ഞാൻ ഇതിനെ ഉടക്കണം. അയാൾ എനിക്കൊരു ആപത്ഘട്ടം വന്നപ്പോഴൊക്കെ എൻ്റെ കൂടെ എൻ്റെ സഹോദരങ്ങൾ പോലും നിൽക്കാത്തടത്ത് എൻ്റെ കൂടെ നിന്ന ആളല്ലേ എന്ന് പറയേണ്ട മനുഷ്യൻ. അവൻ പറയാം അല്ല, അത് സംസാരിച്ചാൽ ചിലപ്പം അടി നടക്കും. ഒരടിയും നടക്കില്ല, അടി നടന്നാൽ വിവരം അറിയും. അത് പോട്ടെ, അതിപ്പോൾ ഒരു പ്രോഗ്രാമായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ കോടതിയിൽ ആ പ്രോഗ്രാം കൊണ്ട് കൊടുക്കുക. അതാ ഈ സ്ത്രീ മനഃപൂർവ്വം ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് സിനിമയിലുള്ള സഹപ്രവർത്തകരെ കൊണ്ട് എന്നെ വഴക്കിടിക്കാനുള്ള ശ്രമം നടത്തുന്നതിനുള്ള തെളിവാണത്. പക്ഷെ ഞാൻ അതിനൊന്നും പോകുന്നില്ല, കാരണം എവളെന്ന് ഞാൻ പുല്ല് പോലും വകവയ്ക്കാറില്ലല്ലോ. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ തമ്മിൽ ഇഷ്ടമില്ലാതെ ജീവിക്കുന്ന സ്ഥലം ഇവിടുത്തെ കലാ സിനിമ മേഖലയാണെന്ന് പറഞ്ഞ് രഞ്ജിത്ത് പറഞ്ഞത് 100% ശരിയാണ്. ഓരോ കാലത്തും ഓരോ രീതിയിലാണ് സിനിമയിലെ കഥാപാത്രങ്ങൾ ഉണ്ടാകുന്നത്. ആൽഫാമയിൽ കഥാപാത്രങ്ങൾ ഉണ്ടായത് ചിലപ്പോൾ ഞാൻ വളർന്ന സാഹചര്യങ്ങൾ കൊണ്ടാകാം. ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്ന എൻ്റെ അമ്മാവന്മാർ, ബന്ധുക്കൾ, ഇവരൊക്കെ എന്നെ സ്വാധീനിച്ചിരിക്കും. അങ്ങനെയുള്ള താൻ പോരിമ കാണിക്കുന്ന പുരുഷന്മാരെ കണ്ടാണ് ഞാൻ വീട്ടിൽ വളർന്നത്. വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന അമ്മമാരാണ് അക്കാലത്തുണ്ടായിരുന്നത്. എൻ്റെ അച്ഛൻ അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നെങ്കിലും ഒരുപാട് ബന്ധുജനങ്ങൾ ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്
അതൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതൊരു ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം, പിന്നെ അത് വിട്ടിട്ടും ഉണ്ടാവാം. ഇപ്പോൾ മനോജ് ഖാന എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ, അയാൾ ചെയ്ത സിനിമകളുടെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. ഒരു ശോഭിക്കുന്ന യൗവനം എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ ചിരിക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ല. അയാൾ എപ്പോഴും ശുഭിത യൗവനത്തിൻ്റെ വക്താവെന്ന് തോന്നുന്നു നമുക്കെപ്പോഴും. അയാൾ എപ്പോഴും മുഖം വലിച്ചേറ്റി വക്രിച്ചേ നടക്കൂ. അയാൾ പറയുന്നു, അക്കാഡമി ചെയർമാൻ മുണ്ട് കൊടുത്ത് ജുബ്ബയിട്ട് നടക്കുന്ന കണ്ടാൽ വരിക്കാശ്ശേരി മനയിലാണ് അയാൾ നടക്കണമെന്ന് തോന്നും. ഇത് ചലച്ചിത്ര അക്കാഡമിയുടെ ചെയർമാനാണെന്നുള്ള ബോധം വേണമെന്ന്. എന്താ അയാൾ അടൂർ ഗോപാലകൃഷ്ണന് മാത്രമേ ജുബ്ബ ഇടാവോ? അതെന്താ വർത്തമാനം? അല്ലെങ്കിൽ രഞ്ജിത്ത് മുണ്ടെടുത്ത് അക്കാഡമിയുടെ ചെയർമാനായി വന്നാൽ ഉടൻ വരിക്കാശ്ശേരി മന ഓർമ്മ വരുന്നത് എന്തിനാ? ഞാൻ ഷൂട്ടിങ്ങില്ലാത്ത ഒരു ദിവസവും ഇപ്പം തന്നെ ഞാൻ ഒരു 6-7 വർഷമായി പാൻറ് ഇട്ടിട്ട്. കാരണം എനിക്ക് കംഫർട്ടബിൾ എന്നുള്ള മുണ്ടാണ്. ഞാൻ എവിടെ പോകുന്നത്, ഏത് ചടങ്ങിന് പോകുന്നതും, ഇവിടുന്ന് മദ്രാസിൽ ഫ്ലൈറ്റിൽ പോകുകയാണെങ്കിൽ പോലും ഞാൻ മുണ്ടെടുത്തോണ്ടേ പോകും. സിനിമാ ഷൂട്ടിങ്ങിൽ മുണ്ട് മടത്തി കുത്തിയൊക്കെ നിൽക്കാനുള്ള വൈമനസ്യം കൊണ്ട് ഞാൻ പാൻറ് ഇട്ട് പോകാറുണ്ടെന്നുള്ളതല്ലാതെ. അപ്പോൾ ഈ മുണ്ടെടുക്കുന്നവരെല്ലാം വരിക്കാശ്ശേരി മനയിലെ ജമ്മിമാരാണ്. ഈ മനോജ് ഖാനമാരുടെ മനസ്സിലെ ഇത്തരം ചിന്തകൾ ആദ്യം കളയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രഞ്ജിത്ത് മുണ്ടും ജുബ്ബയിട്ട് നടക്കുന്നതിന് നിങ്ങൾക്കെന്താ? അതിനെ അല്ലെങ്കിൽ പിന്നെ പിണറായി വിജയൻ 24 മണിക്കൂറും വർഷത്തിൽ 365 ദിവസവും അമേരിക്കയിൽ പോകുന്ന യാത്രയിൽ ഒഴിച്ച് ബാക്കിയെല്ലാം മുണ്ട് ഉടുപ്പിട്ടല്ലേ നടക്കുന്നത്. അതും വില കൂടിയ ഷർട്ടൊക്കെയാണ്. ആ ഷർട്ടിൻ്റെ തുണിക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ള തുണിയാണെന്ന് പറയുന്നു. ആ തുണിയിലുള്ള ഉടുപ്പാണ് പിണറായി ഇടുന്നത്. നാളെ മനോജ് ഖാന എന്തെങ്കിലും കാര്യത്തിൽ പിണറായിയുമായിട്ട് പിണങ്ങിയാൽ പറയുമോ, പിണറായി വിജയൻ വരിക്കാശ്ശേരി മനയിൽ നടക്കുമ്പോഴാണല്ലോ സെക്രട്ടേറിയറ്റ് നടക്കുന്നതെന്ന് പറയും? ഇതൊക്കെ ഒരു കാര്യം LKG പിള്ളേർ പറയുന്ന നിലവാരത്തിലായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. റിലവൻസ് ഇല്ലാത്ത ആളാണോ എന്ന് ചോദിച്ചത് മീഡിയയാണ്. അതായത് ഡോക്ടർ ബിജു അല്ലെങ്കിൽ ബിജു ഡോക്ടർ റിലവൻസ് ഇല്ലാത്ത ആളാണോ എന്ന് ചോദിച്ചത് മീഡിയയാണ്. അപ്പോൾ അതിന് രഞ്ജിത്ത് പറഞ്ഞ മറുപടി അത് ബിജു ആലോചിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇവരതിനെ തിരിച്ചിട്ട് അത് നമ്മുടെ രഞ്ജിത്ത് പറഞ്ഞതാക്കി. അക്കാദമിക് സിനിമ, കമേഴ്ഷ്യൽ സിനിമ, ആൾ കാണുന്ന സിനിമ, ആൾ കാണാത്ത സിനിമ കൊണ്ട് മനുഷ്യരെ മാറ്റിമറിക്കാമെന്ന് രഞ്ജിത്തിന് മനസ്സിലായിട്ടില്ല എന്നാണ് മനോജ് ഖാന പറയുന്നത്. എനിക്ക് മനോജ് ഖാനയോട് പറയാനുള്ളത് ശ്രീനിവാസൻ പറഞ്ഞൊരു കാര്യമാണ്. തിയേറ്ററിലിരിക്കുന്ന 1000 പ്രേക്ഷകർ, ഇപ്പം 1000 ഒന്നുമില്ലല്ലോ, 100-200 പേരിരുന്ന് കൊച്ചു തിയേറ്ററുകളല്ലേ. എന്നാലും ശ്രീനിവാസൻ പറഞ്ഞ കാലത്ത് അദ്ദേഹം പറഞ്ഞത് തിയേറ്ററിലിരിക്കുന്ന 1000 പേർക്കും ആ സിനിമയിലെ നായകനും നായികയ്ക്കും അറിയാം AK-47 പിടിച്ച് നടക്കുന്ന ഈ വില്ലൻ പടം തീരുന്നതിന് 3 മിനിറ്റിന് മുമ്പ് നായകൻ്റെ അടിയേറ്റോ വെടിയേറ്റോ ചാകും. ഈ വില്ലന് മാത്രം അറിയില്ല, അയാൾ AK-47 പിടിച്ച് നടക്കും. അതായത് നന്മ വിജയിക്കുകയും തിന്മ നശിക്കുകയും ചെയ്യുന്നതാണല്ലോ ഇന്ത്യൻ സിനിമ, പ്രത്യേകിച്ച് മലയാള സിനിമ. എന്നിട്ടിവിടെ എന്തെങ്കിലും അക്രമത്തിനോ അഴിഞ്ഞാട്ടത്തിനോ എന്തെങ്കിലും കുറവുണ്ടോ? മനോജ് ഖാന പറയുന്നത് സിനിമ കൊണ്ട് മനുഷ്യരെ മാറ്റിമറിക്കാമെന്നത് രഞ്ജിത്തിന് മനസ്സിലായിട്ടില്ല എന്നാണ്. രഞ്ജിത്തിനൊക്കെ നന്നായിട്ട് മനസ്സിലായി കാണുന്നേ. രഞ്ജിത്തിന് എന്താ പറയുക, ഒരു സിനിമ കണ്ടതുകൊണ്ട് ഒരുത്തനും നന്നാവില്ല എന്ന് നല്ല ബോധമുണ്ടാവും. അത് കാനയ്ക്ക് അറിയില്ലാത്ത പ്രശ്നം. കാന കുറേ പടങ്ങൾ ചെയ്തല്ലോ, ഏതൊക്കെയോ ആദിവാസി സമൂഹത്തിനെക്കുറിച്ചോ എന്തൊക്കെയോ അവരുടെ ഭാഷയിലൊക്കെ എടുത്തു. എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ കാനയുടെ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇപ്പോൾ രാജൻ പറഞ്ഞ കഥ, അല്ലെങ്കിൽ കബനി നദി ചുവന്നപ്പോൾ, ത്രാസം, അങ്ങനെയുള്ള ആരോ ഒരാൾ, അങ്ങനെ കുറേ നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിറവി പോലുള്ള കേരളത്തിൽ നടന്ന അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന നഗ്നമായ മനുഷ്യവേട്ടയ്ക്കെതിരെ ചെയ്ത ഒരച്ഛൻ്റെ നിസ്സഹായതയുടെ കഥ പറഞ്ഞ പിറവി, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ മനുഷ്യർ ചിന്തിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ ചുമ്മാ ആസ്വദിച്ച് പോകുന്നതാണ് കാണാൻ നല്ലത്. നിങ്ങളുടെ ഒന്നും സിനിമ ഒരു ചലനം ഉണ്ടാക്കുന്നില്ല എന്ന് രഞ്ജിത്ത് പറഞ്ഞോ എന്ന് എനിക്കെന്താ, പറഞ്ഞുവെങ്കിൽ ഞാൻ അതിൻ്റെ പക്ഷം നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ കാന വിചാരിക്കുന്നത് കാനയൊക്കെ എടുക്കുന്ന സിനിമ ഭയങ്കരമായിട്ട് സമൂഹത്തെ മാറ്റിമറിക്കുന്നു എന്നാണ്. ഒരാളിനെ പോലും മാറ്റിമറിക്കാൻ കാനമാർ ചെയ്യുന്ന ഒരു സിനിമയ്ക്കും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാറ്റിമറിക്കുന്നതാണോ ഞാൻ കാനയോട് ചോദിക്കുന്നത്. കാനയും കൂടെ ഡയറക്ടർ ബോർഡിലുള്ള അല്ലെങ്കിൽ GCയിലുള്ള ജനറൽ കൗൺസിലുള്ള ആളാണല്ലോ കാന. കാനയും കൂടെ ഉൾപ്പെട്ട കമ്മിറ്റിയാണല്ലോ ഈ ഫെസ്റ്റിവലിന് ആരെയൊക്കെ ക്ഷണിക്കണം, ആരെയൊക്കെ ഉദ്ഘാടകനാക്കണം, ആർക്ക് അവാർഡ് കൊടുക്കണം, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ആർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ കാന അടക്കമുള്ളവർ ചേർന്ന് തീരുമാനിച്ചതാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹിറ്റ്ലറേക്കാൾ ക്രൂരന്മാരാണ് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ക്രിസ്റ്റഫർ സനൂസിയെ കൊണ്ടുവന്ന് എന്താ പറയുക ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുത്ത കമ്മിറ്റിയിലുള്ള അല്ലെങ്കിൽ അതിൽ ജനറൽ കൗൺസിലുള്ള കാനയ്ക്ക് എന്ത് യോഗ്യതയുണ്ട് ഇതിനെപ്പറ്റി പറയാൻ? അല്ല ഇനിയിപ്പോൾ കാന പറയും ഞാനില്ലായിരുന്നു, അത് രഞ്ജിത്ത് ഒറ്റയ്ക്കാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ രാജിവെച്ച് പോകണമെന്നേ. ഞാനിതാ പ്രതിഷേധിച്ച് രാജിവെക്കുന്നു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ
ഹിറ്റ്ലറോട് ഉപമിച്ച സനൂസിക്കാണ് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് കൊടുക്കുന്നതെങ്കിൽ ഞാനില്ല എന്ന് പറയണ്ടേ? ഇവിടെ നാഥനില്ലാത്തൊരവസ്ഥയാണെന്നേ. ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുണ്ട്, അദ്ദേഹത്തിന് സനൂസി അറിയില്ല, ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം എങ്ങനെയാണ് സനൂസിയെ പോലെ ഒരാൾക്ക്, ഹിറ്റ്ലറേക്കാൾ ക്രൂരന്മാരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ സനൂസിക്ക്, അല്ലെങ്കിൽ ഇതൊരു മാടമ്പിത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം കാന പറയണം അതിനുത്തരം. അതുപോലെ തന്നെ ഫെസ്റ്റിവൽ ഉദ്ഘാടനത്തിന് ഒരാളെ കൊണ്ടുവന്നു, നാനാ പടേക്കർ. അയാൾ ആരാ? ഇവിടുത്തെ തീവ്ര ഹൈന്ദവ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഓശാരം പാടുന്ന നാനാ പടേക്കറാണോ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനത്തിന് മുഖ്യ അതിഥിയായി വരേണ്ടത്? എന്താ ഈ കാനമാർ അതൊന്നും ആലോചിക്കാത്ത? എനിക്ക് തോന്നുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കോ സാംസ്കാരിക സെക്രട്ടറിക്കോ അക്കാഡമി സെക്രട്ടറിക്കോ ആർക്കും ബോധമില്ല എന്ന് ഞാൻ പറയും. പിണറായി വിജയനെ പോലെ ഒരാൾ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവർ നടത്തുന്ന ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന വേദിയിലെ മുഖ്യ അതിഥി നാനാ പടേക്കർ. അതിനേക്കാളും ആരിഫ് മുഹമ്മദ് ഖാനെ വിളിച്ചിരുത്തിയാൽ പോരായിരുന്നു. അയാൾ പാൻപരാഗം നിന്ന് തുപ്പി അവിടെ ഇരുന്നനല്ലോ. സമാപനത്തിന് ക്രിസ്റ്റഫർ സനൂസി. പിന്നെ എന്താ, സനൂസിയെ ബാലൻസ് ചെയ്യാനാണെന്നാണ് പ്രകാശ് രാജിനെ കൊണ്ടുവന്നു. AIYF വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ സംസ്ഥാന യുവജന വിഭാഗമാണല്ലോ AIYF. അവരുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതിൽ GC മെമ്പറാണ്. എന്തോന്ന്, N അരുൺ. CPIക്കാരെങ്കിലും ചോദിക്കണ്ടേ അരുണിനോട്, നീ GC മെമ്പറായി ചിരയ്ക്കാനാണോ പോയിരിക്കുന്നതെന്ന് ചോദിക്കണ്ടേ? ഈ പറയുന്ന നാനാ പടേക്കറിനെയും സനൂസിയൊക്കെ കൊണ്ടുവരുന്നിടത്ത് നിൻ്റെയൊക്കെ വായിൽ എന്തായിരുന്നു ചോദിക്കണ്ടേ? കാനമാർ ഉത്തരം പറയേണ്ടതാണ്, രഞ്ജിത്ത് ഉത്തരം പറയേണ്ടതാണ്. ഫിലിം ഫെസ്റ്റിവൽ ഇങ്ങനെയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ ഇങ്ങനെയാണോ അതിഥികളെ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കണം. രസകരമായൊരു കാര്യം ഇവിടെ പറയാം. R ഗോപാലകൃഷ്ണൻ നടത്തുന്ന ഫോട്ടോ എക്സിബിഷൻ അവിടെ നടത്തുന്നുണ്ടല്ലോ. ഒരിടത്ത് മൃണാൾ സെൻ്റെ, ഒരിടത്ത് 90 വയസ്സ് തികഞ്ഞ മധുസാറിൻ്റെയും MDയുടെയും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ, ഗോപാലകൃഷ്ണനെ കാണാനായിട്ട് കയറി ചെന്നപ്പോൾ കാണുന്ന രംഗം, സമാപന ദിവസമാണ്. പ്രകാശ് രാജിനെ ഗോപാലകൃഷ്ണൻ്റെ ഫോട്ടോകൾ കൊണ്ട് കാണിക്കുകയാണ് രഞ്ജിത്തും ഈ പ്രേംകുമാറും അക്കാഡമി സെക്രട്ടറി അജോയ് ചന്ദ്രനും കൂടി. പ്രകാശ് രാജ് ആസ്വദിച്ച് ഓരോരോ ഫോട്ടോകളായി ഇങ്ങനെ കാണുന്നു. ഞാൻ അവിടെ ഒതുങ്ങി നിന്നു. അവിടെ വെച്ചാണ് ഞാൻ പറഞ്ഞത്, രഞ്ജിത്ത് എന്നെ കണ്ടിട്ട് പൂരത്തിന് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. വേണമെങ്കിൽ ഒരു നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ചുവപ്പ് കണ്ട കാളയെ പോലെ എന്നെ കണ്ടപ്പോൾ രഞ്ജിത്തിൻ്റെ മുഖം അങ്ങ് കറുത്ത്, ഒന്നാമത് ഇപ്പോൾ കറുത്ത് കരിവാളിച്ചായിരിക്കണം, അതിൽ കൂടെ ഇരട്ടി കറുപ്പായി. ഞാനങ്ങനെ നിന്നു. പ്രകാശ് രാജ് ഇങ്ങനെ പടങ്ങൾ കണ്ട് അവസാന പടം കണ്ട് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോകാൻ പോയപ്പോൾ, അപ്പോൾ അദ്ദേഹത്തിന് രഞ്ജിത്താണ് കൊണ്ടു കിടക്കുന്നത്. പക്ഷേ അവസാന ഫോട്ടോയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹം അവസാനത്തെ ഫോട്ടോ കണ്ട് പോകുന്നതിന് മുമ്പ് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഈ അവസാനം നിന്ന ആളെന്നുള്ള നിലയ്ക്കായിരിക്കാം, അല്ല എന്നെ പരിചയമൊന്നുമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ കയറി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ദിനേശ്. ഓ, ഞാനൊരു ഫിലിം മേക്കറാണ്. ഐ സി. ഞാൻ കേരളത്തിലിപ്പോൾ ഉള്ള സിനിമ യൂട്യൂബർമാരിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലിൻ്റെ ഉടമസ്ഥനാണ്. അത് ശരി. അതുമാത്രമല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ ഈ പ്രകാശ് രാജിൻ്റെ ചിരി വേണം കാണും, വിടർന്ന ചിരിയോടെ എന്നെ ഇങ്ങനെ നോക്കി. ഞാനൊരു കാര്യം പറയട്ടെ എന്ന് വെച്ചാൽ, അപ്പം ഞാൻ പറയുന്നത് അടുത്ത് നിൽക്കുന്നവർക്ക് പോലും കേൾക്കാൻ പറ്റില്ല. ഞാൻ പുള്ളിയുടെ കാതിലാണ് പറഞ്ഞത്. പുള്ളി കാതിങ്ങനെ എൻ്റെ അടുത്ത് വെച്ച് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇന്നത്തെ സമാപന യോഗത്തിലെ മുഖ്യ പ്രാസംഗികൻ താങ്കളല്ലേ? അതെ. അവിടെ ഇന്ന് ആദരിക്കുന്നത് ക്രിസ്റ്റഫർ സനൂസിയാണ്. സനൂസി ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് താങ്കൾക്കറിയാമല്ലോ. കറക്റ്റ്. ഞാൻ പറഞ്ഞു, സനൂസി എന്തായാലും കമ്മ്യൂണിസത്തിനെതിരെ അവിടെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ മറുപടി പറയുമ്പോൾ താങ്കൾ കൃത്യമായിട്ടും സനൂസിക്കും ഈ സംഘാടകർക്കും വാണിംഗ് പോലെ താങ്കൾ സംസാരിക്കണം. ഞാൻ ഒരു അതിശയോക്തി ഇല്ലാതെ പറയാണ്, പ്രകാശ് രാജിൻ്റെ കണ്ണ് വികസിച്ച വേണം കാണാൻ. അദ്ദേഹം ഇങ്ങനെ, അതുവരെ അദ്ദേഹം അത് ചിന്തിച്ചില്ല എന്ന് തോന്നുന്നു. ഓക്കെ, കൈ കൊടുത്തു, ഞങ്ങൾ ഫോട്ടോ എടുത്ത് പിരിഞ്ഞു. അപ്പോൾ ഞാൻ പ്രകാശ് രാജിനോട് സംസാരിക്കുന്നുണ്ടപ്പം രഞ്ജിത്ത് നടന്ന് പുറത്തേക്ക് പോയി കളഞ്ഞു. കാരണം അദ്ദേഹത്തിന് സഹിക്കാൻ വയ്യ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂരത്തിന് കണ്ട പരിചയം പോലും കാണിക്കാത്ത, അല്ലെങ്കിൽ ചുവപ്പ് കണ്ട കാളെ പോലെ അദ്ദേഹം പുറത്തേക്ക് പോയി. ഞാൻ എന്താണ് പ്രകാശ് രാജിനോട് പറഞ്ഞതെന്ന് അദ്ദേഹം പോയ വഴിക്ക് ചോദിച്ചോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പറയും തിരുവനന്തപുരത്തുള്ള ഒരു ബോർഡറാണ് അയാൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കാണും. ചിലപ്പോൾ പ്രകാശ് രാജ് ചിരിച്ച് കാണും, അല്ലെങ്കിൽ പ്രകാശ് രാജ് വിശദീകരിച്ച് കാണും. ഇപ്പോൾ രഞ്ജിത്തിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ പരാതി, ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഭീമൻ രഘുവിനെ പരിഹസിച്ചു, വിനായകനെ മുമ്പ് പരിഹസിച്ചു. എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനമില്ലാതെ ചെയർമാന് ഒരു കാര്യവും തീരുമാനിക്കാൻ പറ്റില്ല എന്നും മനോജ് ഖാന പറയുന്നു.
എനിക്ക് കാനയോട് പറയാനുള്ളത്, കാന, നിങ്ങൾ സിനിമ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഭീമൻ രഘുവും രഞ്ജിത്തും നല്ല സുഹൃത്തുക്കളാണ്. അവർ ഗീവ് ആൻഡ് ടേക്ക് പോലെ രഞ്ജിത്തിൻ്റെ എല്ലാ സിനിമകളിലും ഇടികൊള്ളാനുള്ള ഒരു വേഷത്തിൽ ഭീമൻ രഘു ഉണ്ടാവും. ആ സ്വാതന്ത്ര്യം വെച്ചായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന സദസ്സിൽ ആൾക്കാരെ മറച്ചുകൊണ്ട് ഇദ്ദേഹം മുഖ്യമന്ത്രി പ്രസംഗിച്ച് തീരുന്നവരെ നിന്നത്. അയാളൊരു സിനിമയിൽ ഞങ്ങളെല്ലാം പരിഹസിക്കുന്ന ആളാണ്, അയാളൊരു മണ്ടനാണ്, തടി മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം ഒരു നിരുപദ്രവമായ ഒരു കമൻറ്റ്. ചിരിച്ച് തള്ളേണ്ട പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഇവിടെ സീരിയസ് ആയിട്ട് എടുക്കും. നമ്മളിത് ചിരിച്ചങ്ങ് കളയേണ്ട കാര്യമാണ്. കാരണം ഭീമൻ പോലും ചിരിച്ചു കാണും. പക്ഷേ ഭീമനെ അങ്ങനെ പരിഹസിക്കാമോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. കാന മുമ്പ് വിനായകനെയും പരിഹസിച്ചു എന്നാണ് പറഞ്ഞത്. വിനായകനെ പരിഹസിച്ചെങ്കിൽ വിനായകൻ അളന്ന് ഒരു പണത്തൂക്കം മുന്നിൽ വെച്ച് രഞ്ജിത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ ഇപ്പോൾ എടുത്തിട്ട് അലക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒന്നാമത്, ഈ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞാൽ ജാതിയുടെയും മതത്തിൻ്റെയും ചിന്തകളിൽ ജീവിക്കരുത്. ഞാനതാണ് പഠിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസത്തിൽ നിന്ന് ഞാൻ പഠിച്ച പ്രധാന കാര്യമാണ് മനുഷ്യനായി കാണുമല്ല അവർ. വിനായകൻ എന്താ പറയുക, ഒരു മോശം ജാതിയിൽ ജനിച്ചെന്നുള്ള ചിന്ത ആദ്യം കളയൂ. അയാളൊരു മനുഷ്യനാണെന്നേ. അയാളൊരു പച്ചയായ മനുഷ്യനാണ്, എല്ലാ ദൗർബല്യങ്ങളുള്ള ഒരു മനുഷ്യനാണ്. അയാളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വരാം, ശരികൾ വരാം. അതുപോലെ രഞ്ജിത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാം. അതിന് പകരം വിനായകൻ ഇടുന്ന ഡ്രസ്സ് പോലെയൊക്കെയുള്ള ഇടാതെ മുണ്ടും ചുബി ഉടുക്കുന്ന രഞ്ജിത്ത് ഒരു മാടമ്പിയാണ്. അയാൾ വരിക്കാശ്ശേരി മനേര മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് പറയരുത്. ഭീമൻ രഘുവും രഞ്ജിത്തുമായിട്ട് എന്തെങ്കിലും ഉണ്ട്, അത് അക്കാഡമിയുടെ കസേര ഇരുന്നല്ലോ അയാൾ സംസാരിച്ചത്. അയാളുടെ വീട്ടിൽ ചെന്ന ക്യാമറയും കൊണ്ട് ചെന്ന അയാൾ പറയുന്നുള്ളത് ശരിയാണെന്ന് എനിക്കുണ്ടോ? വീഡിയോ ഒന്നും ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല, സ്റ്റില്ലുകളെ എടുക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞു എന്നാണ് അയാൾ പറയുന്നത്. എന്തായാലും അവിടെ വെച്ച് അയാൾ വീട്ടിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങളെ അക്കാഡമി ചെയർമാൻ അക്കാഡമിയുടെ ഓഫീസിൽ കസേരയിലിരുന്ന് സംസാരിച്ചതുപോലെ മാർക്കിടാതിരിക്കുന്നതായിരിക്കും ഭംഗിയെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ കുക്കു പരമേശ്വരന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് പറയുന്ന രഞ്ജിത്ത് അങ്ങനെ അനാരോഗ്യവതിയായ കുക്കുവിനെ എക്സിക്യൂട്ടീവിൽ എടുക്കുമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല. രണ്ടും കൂടെ പൊരുത്തം വരുന്നില്ല. GC അംഗങ്ങൾ അരുണും ഈ മനോജ് ഖാനയും പറയുന്നത് ഞങ്ങൾ യോഗം ചേർന്നു, മന്ത്രിക്ക് കത്ത് നൽകി. തെറ്റല്ലേ അവർ ചെയ്തത്? ഈ ഫിലിം ഫെസ്റ്റിവലിനെ അലുമ്പാക്കാൻ ശ്രമിച്ചത് രഞ്ജിത്താണോ? രഞ്ജിത്തിൻ്റെ വീട്ടിലിരുന്ന് കൊടുത്ത അഭിമുഖത്തിനെ പിടിച്ചുകൊണ്ട് ഫെസ്റ്റിവൽ ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്ന ഓഫീസിനകത്തിരുന്ന് മീറ്റിംഗ് കൂടാമോ? അതല്ലേ തെമ്മാടിത്തരം? അല്ലെങ്കിൽ മാന്യമായിട്ട് രാജിവെച്ച് പോകണ്ടേ? ഞങ്ങളിതാ രഞ്ജിത്തുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഇതാ രാജിവെക്കുന്നു. ഇപ്പോൾ ഡോക്ടർ ബിജു KSFDC രാജിവെച്ചതുപോലെ രാജിവെക്കണ്ടേ? അതിന് പകരം ചെയർമാൻ്റെ ക്യാബിൻ്റെ തൊട്ടിപ്പുറത്തെ ക്യാബിലിരുന്ന് സമാന്തര യോഗം കൂടുക, എന്നിട്ട് പത്രക്കാരെ വിളിച്ച്, അത് LKG പിള്ളേർ പറയുമ്പോഴാണ് പറഞ്ഞത്, അക്കാഡമി ചെയർമാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ഞങ്ങളെ വിളിച്ച് അടുത്തിരുത്തിയില്ലാന്ന്. ഇത്രയും ക്യാമറയോട് ഇത്രയും അടങ്ങാത്ത ആവേശം എന്തിനെന്ന് എനിക്ക് മനസ്സിലാവില്ല. അവർ മന്ത്രിക്ക് കത്ത് കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്. 23-ാം തീയതി മന്ത്രി വന്നിട്ട് അവരെ പരാതി കത്ത് വായിച്ച് അവരെ വിളിച്ച് സംസാരിച്ചിട്ട് പിന്നെ രഞ്ജിത്തിനോടും സംസാരിച്ചിട്ട് തീരുമാനം പറയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ പറയുന്ന പ്രധാന പരാതി അക്കാഡമി എക്സിക്യൂട്ടീവ് വിപുലപ്പെടുത്തും, കുക്കുവിനെ എടുക്കും എന്നൊക്കെ പറയാൻ താൻ ആരുവാ എന്ന് ജഗതി ചോദിക്കുമ്പോഴാണ് ചോദിക്കണേ. അങ്ങനെയാണ് ചോദിക്കുന്നത്. ചെയർമാൻ എന്താ അധികാരമെന്നാണ് ചോദിക്കുന്നത്. അയാൾ പറയുന്നത് എന്താ? നമ്മൾ കുക്കു പരമേശ്വരനെ എക്സിക്യൂട്ടീവിൽ എടുക്കണം. അഞ്ജലി മേനോൻ ഇപ്പോൾ ദുബായിലാണ് താമസം, അവർക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഞാൻ ഒഴിയുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒഴിവിലേക്ക് കുക്കുവിനെ പോസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രിയോട് പറയുക. അപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സാംസ്കാരിക സെക്രട്ടറിയുമായിട്ട് ആലോചിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ആവാം. സാംസ്കാരിക മന്ത്രിക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ തീരുമാനമെടുക്കാം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് തീരുമാനമെടുക്കാം. ഞാനിങ്ങനെ ഒരു സജഷൻ വയ്ക്കും എന്ന് രഞ്ജിത്ത് പറഞ്ഞാൽ താൻ ആരുവാ സജഷൻ വയ്ക്കാൻ? ഞങ്ങൾ പിന്നെ എന്തിനും ഇവിടെ ഇരിക്കുന്ന മുട്ടയിടാനോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. എന്നാൽ അതിൻ്റെ കൂടെ ഞാൻ പറയുന്നു, ഇവിടെ ഈ കറങ്ങി നടന്ന ഫെസ്റ്റിവലിന് നടന്ന കാനമാരെയൊക്കെ വിളിച്ചിരുത്തി രഞ്ജിത്ത് ചോദിക്കണമായിരുന്നു, നമുക്ക് അങ്ങനെ ഒരു സെഷൻ വെച്ചാലോ? കാന നീയൊന്നും പറ്റില്ല, 10-35 വർഷമായിട്ട് എൻ്റെ സുഹൃത്തായ കുക്കുവിനെ വയ്ക്കട്ടെ, അല്ലെങ്കിൽ ഒരു ലേഡി രാജിവെക്കുന്നത് കൊണ്ട് വേറൊരു സ്ത്രീ എടുക്കട്ടെ എന്ന് ചോദിക്കണമായിരുന്നു. എങ്കിൽ ഈ പുലിവാലി വരില്ലായിരുന്നു. ഇതൊക്കെ കൊതിക്കറവാണ് ഇവിടെ നടക്കുന്നത്. ചെയർമാൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ കുക്കുവിനെ വിളിച്ച് നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല, നിർത്തിപ്പിക്കോ എന്ന് ചെയർമാൻ്റെ വീട്ടിലെ ജോലിക്കാരിയോട് പറയുന്നത് പോലെ പറഞ്ഞു എന്നാണ് കാന പറയുന്നത്. കുക്കുവിന് അങ്ങനെ പരാതിയില്ല എങ്കിൽ കാനയ്ക്ക് എന്താ കാര്യം? എനിക്ക് മനസ്സിലാവണില്ല. അത് പറയാനുള്ളത് കുക്കു പരമേശ്വരനല്ലേ? പക്ഷെ അവർ പറഞ്ഞില്ല. ഞാൻ അവരെ ക്യാൻറ്റീനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ചായയൊക്കെ വാങ്ങി കുടിച്ച് എന്നോട് ഹായൊക്കെ പറഞ്ഞിട്ട് പോയി. ഞാൻ ചോദിക്കുന്നത്, കുക്കുവിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അനാരോഗ്യം ഉള്ളതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോ. ചിലപ്പോൾ അയാൾ പറഞ്ഞത് കുക്കു നിനക്ക് സുഖമില്ലെങ്കിൽ വീട്ടിൽ പോ എന്ന് പറഞ്ഞു കാണും. അതിനായിരിക്കും ഈ വളച്ചൊടിക്കുന്നത്. 2 ഏകാധിപതിമാർ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ കാലം അടയ്ക്കുവാണ്, കുറേ തെമ്മാടിത്തരങ്ങൾ കാണിച്ചല്ലോ. അവിടെ തൂക്കാൻ നിൽക്കുന്ന പെണ്ണുങ്ങളെ വിളിച്ച് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ എന്താ പറയുക
അതിൻ്റെ കെ.ആർ. നാരായണൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സെക്രട്ടറിയുടെ വീട്ടിൽ കക്കൂസ് വരെ കഴിയിച്ചപ്പോൾ ഈ കാനമാർ എവിടെ പോയിരുന്നു? അന്നെന്താ ഇവർക്കൊന്നും മിണ്ടാൻ പറ്റാത്ത? WCC പോലും മിണ്ടിയില്ലല്ലോ ആ സ്ത്രീകൾക്ക് വേണ്ടി. അപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അയാൾക്കിട്ടൊരു പണി പണിയാം എന്ന് വിചാരിക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല എനിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രഞ്ജിത്തിൻ്റെ മാനസിക നില പരിശോധിക്കണമെന്നാണ് ഒരു സാറിന് സംശയം. കാരണം ആ സാറിൻ്റെ സിനിമ ചവറാണ്, അതിന് പുല്ലിന് അവാർഡൊന്നും കൊടുക്കല്ലെന്ന് രഞ്ജിത്ത് പറഞ്ഞല്ലോ ജൂറിമാരോട്. അതിന് അവസരം കാത്തിരുന്ന അദ്ദേഹം അടിക്കുകയാണ്. രഞ്ജിത്തിൻ്റെ മാനസിക നില പരിശോധിക്കണം. സത്യം പറഞ്ഞാൽ ഈ പരാതി പറഞ്ഞ, ഇപ്പോൾ ഈ അഭിപ്രായം പറഞ്ഞ ആളിൻ്റെ മാനസിക നില എത്രയോ മുമ്പ് പരിശോധിക്കണമായിരുന്നു. ഒരു ഏകാധിപതിയെപ്പോലെ എന്താ പറയുക, ഒരു സംഘടന കയ്യിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് മലയാള സിനിമയെ ചവിട്ടി അരയ്ക്കാൻ ശ്രമിച്ചതിലാണല്ലോ ഈ രഞ്ജിത്ത് രാജിവെച്ച് അതിനെ പൊളിച്ചത്. ആ ദേഷ്യം രഞ്ജിത്തിനോട് ഉള്ള കാലം മരിക്കുന്നവരും ഉണ്ടാവും. കാരണം മലയാള സിനിമ മുഴുവൻ എൻ്റെ കാൽ കീഴിലാണെന്ന് വിചാരിച്ചിരുന്ന ഒരാളിനല്ലേ ഒരു രാത്രിയിലെ ഒരു രാജിക്കത്തോണ്ട് രഞ്ജിത്ത് വീഴ്ത്തിയത്. അതിൻ്റെ ചുരുക്കം ഉറപ്പായിട്ടും ഉണ്ടാവും. ഒരു സംഘം ചട്ടമ്പിമാരെയല്ലേ അക്കാലത്ത് ഈ പറയുന്ന മഹാൻ തീറ്റിപ്പോറ്റി കൊണ്ട് നടന്നിരുന്നത്. ഷൂട്ട് സ്ഥലങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയത്, മമ്മൂട്ടിയുടെ സെറ്റിൽ പോലും ക്യാമറയുടെ ഫ്രണ്ടിൽ കയറി നിന്നത്, ശ്രീനിവാസൻ വർക്ക് ചെയ്യുന്ന സിനിമയുടെ അവിടുത്തെ ഷൂട്ടിങ്ങിനോടുന്ന കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടത്. ഇതൊക്കെ ചെയ്ത മഹാൻ പറയുകയാണ് രഞ്ജിത്തിൻ്റെ മാനസിക നില പരിശോധിക്കണമെന്ന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ രഞ്ജിത്തിനിപ്പോൾ ഒരു സപ്പോർട്ട് ആരുടെയും ഇല്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള ഫെഫ്കയുടെ ഒരു പിന്തുണയും രഞ്ജിത്തിനില്ല. ഇപ്പം തന്നെ ഉള്ളതോ കള്ളവോ എന്ന് എനിക്കറിയില്ല. KSFDC ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്ന സോഹൻ സീനുലാൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ, അല്ലെങ്കിൽ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ്റെ വൈസ് ചെയർമാൻ, അല്ലെങ്കിൽ ഫെഫ്കയുടെ വൈസ് ചെയർമാനാണെന്ന് തോന്നുന്നു, അല്ല ജോയിൻറ്റ് സെക്രട്ടറി, അതാ വർക്കിംഗ് സെക്രട്ടറി, എന്തോ ഒരു കോപ്പാണ്, അയാളെ അവിടെ രാജിവെപ്പിച്ചിട്ട് അക്കാഡമിയിൽ എടുപ്പിച്ചു. അക്കാഡമിയിൽ വന്നിട്ട് ഇപ്പം ഞാൻ സോഹൻ അവിടെ വെച്ച് കണ്ടിരുന്നു. സോഹൻ ജലദോഷമാണ്, പനിയാണ്, ഞാൻ ഇന്ന് പോകും ചേട്ടാ എന്നൊക്കെ എൻ്റെ പറഞ്ഞു. പക്ഷേ പോണ വഴിക്ക് ഓൺലൈനിലൂടെ ഈ കാനമാർ നടത്തിയ ഈ റബൽ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണനൊക്കെ മനസ്സുകൊണ്ട് എന്തോ രഞ്ജിത്തുമായിട്ടൊരു അകൽച്ചയുണ്ട്. അത് ഒരുപാട് കാലമായതാണെന്ന് തോന്നുന്നു, ഈ ആര് വലുത് എന്നുള്ളതുകൊണ്ടായിരിക്കാം. എന്തായാലും ഈ പറയുന്ന രഞ്ജിത്തിൻ്റെ മാനസികത പരിശോധിക്കണമെന്ന് പറഞ്ഞ സാറ് പറയാണ് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്നത് സജി ചെറിയാനാണ്. ഡോക്ടർ മറ്റേ ബിജു ഉണ്ടല്ലോ, ബിജു ആള് കയറാത്ത സംവിധായകനാണെങ്കിൽ അടൂരും അരവിന്ദനും ഷാജിയൻ കരുണും പോലുള്ളവരെയും പരിഹസിക്കുന്നു എന്നാണ് ഈ പഴയ മാടമ്പി പറയുന്നത്. അതായത് ബിജുവിൻ്റെ പുതിയ സിനിമ കാണാൻ ഫെസ്റ്റിവലിൽ കാണാൻ ആളില്ലായിരുന്നു എന്ന് രഞ്ജിത്ത് പറയുന്നുവെങ്കിൽ അത് ആക്ഷേപിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനെയും അരവിന്ദനെയും ഷാജിയൻ കരുണിനെയും പോലുള്ള വലിയ സംവിധായകന്മാരെയാണെന്നാണ് ഈ മാടമ്പി പറയുന്നത്, മുൻ റിട്ടയർഡ് മാടമ്പി പറയുന്നത്. അത് ചുമ്മാ അടിക്കുന്നതാണ്. കാരണം അന്ന് ഇദ്ദേഹം സിനിമയിലൊന്നും വന്നിട്ടില്ല, എൽസിറ്റ് ബോർഡിൽ ഉദ്യോഗമായിട്ട് നടക്കുകയാണെന്ന് തോന്നുന്നു. സ്വയംവരമായാലും കൊടിയേറ്റമായാലും മുഖാമുഖമായാലും മതിലുകളായാലും വാസ്തുഹാരയായാലും ഒരിടത്തായാലും എസ്തപ്പാനായാലും പിറവിയായാലും മുടക്കുമുതലിനും ലാഭവും ഉണ്ടാക്കിയ സിനിമകൾ ചെയ്തവരാണ് അടൂർ ഗോപാലകൃഷ്ണനും ഷാജിയൻ കരുണും അരവിന്ദനും ഒക്കെ. അത് ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് തോന്നി, ഈ പഴയ മാടമ്പിക്ക് അറിയില്ല എന്ന് തോന്നുന്നു. ചുമ്മാ അടിക്കുകയാണ്. കാരണം ഡോക്ടർ ബിജുവിന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് എന്നാൽ അടൂരിനൊക്കെ ഇരിക്കട്ടെ ഒരു ഇരിപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇയാളെ പുകച്ച് ചാടിക്കുക എന്നുള്ളതാണ്. പിന്നെ കാനൻ രാജേന്ദ്രൻ വഴിയായിരുന്നു ഇത്രയും നാൾ കളിച്ചുകൊണ്ടിരുന്നത്. സഖാവ് പോയതുകൊണ്ട് ഇനിയിപ്പോൾ ഈ പഴയ മാടമ്പിക്ക് ഇനി ആരെ പിടിക്കുമെന്ന് എനിക്കറിയണ്ട. ആരെങ്കിലുമൊക്കെ കിട്ടും പുള്ളിക്ക്, അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പിടിച്ച്. പക്ഷേ മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. ഞാനിതാ ഇപ്പോൾ കാണിക്കുന്ന പടം നിങ്ങൾ നോക്കൂ. അക്കാഡമിയിലെ ഒരു സ്റ്റാഫായ ശിവകുമാർ, എനിക്ക് വളരെ ഇഷ്ടമുള്ള ചെറുപ്പക്കാരനാണ് ശിവകുമാർ. ശിവ എന്ന് വിളിച്ചാൽ ഓടി വരും. ഈ ഫെസ്റ്റിവലിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായെങ്കിൽ പോലും ശിവൻ എന്നോടൊരു പ്രയാസമില്ല, എവിടെ വെച്ച് കണ്ടാലും ഓടി അടുത്ത് വരും. ശിവൻ അവിടുത്തെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനാണ്. ആ ശിവൻ അക്കാഡമി ചെയർമാനായ രഞ്ജിത്തിൻ്റെ തലയിൽ ഉമ്മ വയ്ക്കുന്നതാണ് ഈ ഫോട്ടോ, നിങ്ങൾ കണ്ടല്ലോ. ഞാൻ കേൾക്കട്ടെ, ഈ ജുബയും ഇട്ടും വലിയ വീതിയുള്ള മുണ്ടു കൊടുത്ത് വരിക്കാശ്ശേരി മനയിലെ ആളായിട്ട് ജമ്മിയായിട്ട് നടക്കുന്ന ആളാണ് രഞ്ജിത്തെങ്കിൽ, ഞാൻ കേട്ട അക്കാഡമിയുടെ ചെയർമാനായിരുന്നു മറ്റാരുടെയെങ്കിലും തലയിൽ ഇതുപോലെ ശിവനെ പോലൊരു സാധാരണ അക്കാഡമിയിലെ ഒരു ജോലിക്കാരന് സ്ഥിരപ്പെടുത്തിയിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു ഇങ്ങനെ ഉമ്മ വയ്ക്കാൻ പറ്റുമോ? എനിക്ക് ആ ഫോട്ടോ ഉണ്ടാകുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നി. കാരണം ഇത്രയും സിമ്പിളാണോ രഞ്ജിത്തെന്ന് തോന്നി. അവശനായിരിക്കുന്ന രഞ്ജിത്തിൻ്റെ തലയിൽ ശിവകുമാർ എന്ന് പറയുന്ന ശിവൻ, ഇവിടെ തിരുവനന്തപുരത്ത് കരമന നെടുങ്കാട്ടുള്ള ശിവൻ ഉമ്മ വയ്ക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ ഈ പറയുന്ന കാനമാർ പറയുന്നതിനൊന്നും ഒരു അർത്ഥവുമില്ല. അല്ലെങ്കിൽ ഈ റിട്ടയർഡ് മാടമ്പി പറയുന്നത് കൊതിക്കെറിവ് കൊണ്ടാണ് എന്നെനിക്ക് തോന്നി. കൂകി വിളിച്ചവരുടെ മുന്നിൽ ഒറ്റ GC മെമ്പർമാരെ, ഇപ്പോൾ സമാപന യോഗത്തിന് ഭയങ്കര കൂക്കുവിളിയായിരുന്നല്ലോ സ്വാഗതം പറയാനായിട്ട് രഞ്ജിത്ത് എണീറ്റപ്പോൾ. അങ്ങനെ രഞ്ജിത്തിനെ കൂക്ക് വിളിച്ച് നിർത്തുമ്പോൾ
രഞ്ജിത്ത് ചെയ്തത്. രഞ്ജിത്ത് നല്ല രാഷ്ട്രീയക്കാരൻ്റെ കൗശലം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഈ കാനയടക്കമുള്ള GC മെമ്പർമാർ താഴെ എവിടെയൊക്കെ ഇരിപ്പുണ്ട്. ഒറ്റ എണ്ണത്തിനെ സ്റ്റേജിൽ കയറ്റാതെ ചലച്ചിത്ര അക്കാദമിയിലെ ജോലിക്കാരെ മുഴുവൻ പേര് പറഞ്ഞ് വിളിച്ച് സ്റ്റേജിൽ കയറ്റി രഞ്ജിത്ത്. ഒരു നല്ല കൗശലമുള്ള രാഷ്ട്രീയക്കാരനെ നടക്കും. കയറ്റി നിർത്തിയിട്ട് രഞ്ജിത്ത് പറഞ്ഞത്, ഇത്രയും വിജയകരമായി ഈ ഫെസ്റ്റിവൽ നടത്താൻ കഴിഞ്ഞത് ഈ ഉദ്യോഗസ്ഥർ രാത്രിയും പകലും മെനക്കെട്ടതുകൊണ്ടാണ്. അതായത് രഞ്ജിത്തിന് ഈ ഫെസ്റ്റിവലിലെ വിജയത്തിൽ ഒരു പങ്കുമില്ല എന്ന് കാന പറഞ്ഞു. അതിന് മറുപടി പറയുകയാണ്, ഈ GC മെമ്പർമാർക്കൊന്നും ഒരു പുല്ലും ഇവിടെ ചെയ്യാനില്ലായിരുന്നു. അക്കാദമിയിലെ ശമ്പളം വാങ്ങുന്ന ഈ നിൽക്കുന്ന ഇത്രയും പേര്, ഓരോരുത്തരും പേര് പറഞ്ഞാണ് കയറ്റി നിർത്തിയത്. ഇവരാണ് ഫെസ്റ്റിവലിനെ വിജയിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവിടെ പോകത്തുണ്ടെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ കാനയുടെ മുഖത്ത് ഞാൻ നോക്കിയാണ് ചമ്മി ഇരിക്കുന്നത് കാണാമായിരുന്നു. അത്രയ്ക്ക് കൗശലം അയാൾ കാണിച്ചു. 1984 തൊട്ട് കുക്കു പരമേശ്വരൻ എൻ്റെ സുഹൃത്താണ് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. അതായത് ചലച്ചിത്ര അക്കാദമി വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, ചലച്ചിത്ര അക്കാദമി രൂപം കൊള്ളുന്നതിന് മുമ്പേ തന്നെ കുക്കു എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് പറയുന്നു. അതിനാൽ സിനിമയിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളുള്ളതിൽ ഒരാളാണ് കുക്കു എന്ന് അയാൾ പറയുമ്പോൾ കുക്കുവിൻ്റെ വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു എന്നാണ് കാന പറയുന്നത്. സജീവമായി അവരെൻ്റെ കൂടെ ഇത്തവണ ഉണ്ടായിരുന്നു. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു ഏകാധിപതിയാണോ എന്ന് വൈസ് ചെയർമാനും സെക്രട്ടറിയും പറയട്ടെ, അല്ലാതെ ഈ കാനമാരും ബിജു ഡോക്ടറൊക്കെ ഒന്നും പറയുന്നതിന് ഞാൻ വില കൊടുക്കുന്നില്ല, മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. ഞാനൊരു ഏകാധിപതിയാണോ എന്ന് എൻ്റെ വൈസ് ചെയർമാനായ പ്രേംകുമാർ പറയട്ടെ, നടൻ, അല്ലെങ്കിൽ അജോയ് ചന്ദ്രൻ എന്ന സെക്രട്ടറി പറയട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ ഞാൻ പടിയിറങ്ങും. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു മുഖ്യമന്ത്രി ആവശ്യപ്പെടാനിടയില്ല. സജി ചെറിയാൻ പറഞ്ഞാൽ പോലും മുഖ്യമന്ത്രി കേൾക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഒന്നാമത് ഇനി 2 വർഷമല്ലേ കഷ്ടിച്ചുള്ളൂ. ആ 2 വർഷം കൂടെ അയാൾ ഇരുന്ന് പോട്ടെ എന്നല്ലേ വിചാരിക്കൂ. അല്ലാതെ അയാളെ മാറ്റിയിട്ട് വേറെ ആളാക്കാൻ പറയുമെന്ന് എനിക്ക് തോന്നില്ല. അക്കാദമിയുടെ കാറും അക്കാദമിയുടെ ഫ്ലാറ്റും ദുരുപയോഗം ചെയ്ത ഒരു മുൻ ചെയർമാൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ പേരിൽ പോക്സോ കേസ് കൊടുത്ത ചെയർമാൻ. അയാൾ അക്കാദമിയുടെ കാറ് ദുരുപയോഗം ചെയ്തു, അക്കാദമിയുടെ ഫ്ലാറ്റ് ദുരുപയോഗം ചെയ്തു. വട്ടൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ആ പരാതി പൊടിയടിച്ച് കിടപ്പുണ്ട്. എന്നിട്ട് എന്താ പറയുക, രഞ്ജിത്തിൻ്റെ മുൻഗാമിയായ ആ മനുഷ്യനെ 5 വർഷം ചില്ലറ ദിവസവും ഇരുത്തിയ ആളാണ് പിണറായി വിജയൻ. എനിക്ക് അവിടേക്കാണ് പിണറായിയോട് അമർഷം തോന്നുന്നത്. പരസ്യമായ നഗ്നമായ എന്താ പറയുക കൊള്ളരുതായ്മകൾ ചെയ്തിട്ട് ഒരു പെൺകുട്ടി കൊണ്ടുവന്ന് വട്ടൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് അക്കാദമിയുടെ ചുവന്ന ബോർഡ് വെച്ച കാറും അക്കാദമി ഇയാൾക്ക് കിടക്കാൻ അന്തി ഉറങ്ങാൻ കൊടുത്ത ഫ്ലാറ്റും ദുരുപയോഗം ചെയ്തു എന്നൊരു പെൺകുട്ടി 2 വക്കീലന്മാർ മുഖാന്തരം വട്ടൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതിനെക്കുറിച്ച് ഒരു ചാനലിൽ എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ അയാളുടെ ബോർഡും പിടിച്ച് വാങ്ങിക്കണം, അയാളുടെ പേരിൽ കേസും എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേര് കള്ളക്കേസ് പോക്സോ കേസ് കൊടുത്ത മഹാനാണ്. 5 വർഷവും ചില്ലറ ദിവസവും ഇരുന്നിട്ടാണ് അയാൾ ഇറങ്ങിപ്പോയത്. അങ്ങനെയുള്ള ഒരാൾ രഞ്ജിത്തിനോട് കടക്ക് പുറത്ത് എന്ന് പറയില്ല എന്നാണ് എനിക്ക് കാനയോട് പറയാനുള്ളത്. സിനിമ ജനത്തിനെ സ്വാധീനിക്കുമെന്ന് ചിന്തിക്കുന്നവർ വിഡ്ഢികളാണ് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. അദൃശ്യജാലകങ്ങൾ, അതായത് ഡോക്ടർ ബിജുവിൻ്റെ സിനിമയുടെ പേരാണ് അദൃശ്യജാലകങ്ങൾ. മേളയിൽ കാണാൻ ആളില്ലായിരുന്നു. അദൃശ്യജാലകങ്ങളുടെ ഒന്നും എനിക്കറിയണം, പക്ഷേ അയാൾ ആദ്യമായിട്ട് ചെയ്ത സൈറ മനോഹരമായ സിനിമയായിരുന്നു, നല്ല സിനിമയായിരുന്നു. അന്ന് പക്ഷേ ബിജു ഡോക്ടർ ജാതിയും മതവും പറഞ്ഞു നടക്കുന്ന കാലമായിരുന്നില്ല. എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യം, അടൂർ ഗോപാലകൃഷ്ണൻ്റെ നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അടൂരിനോട് എന്നും പകയുള്ള ഒരു മാനസികമായ ഒരു പകയുള്ള ഒരാളാണ് ഡോക്ടർ. അതിരുന്നോട്ടെ. പക്ഷേ സൈറ എന്ന് പറഞ്ഞ സിനിമയിൽ നെടുമുടി വേണുവും നവ്യ നായരും ഡേറ്റ് കൊടുത്തില്ലെങ്കിൽ ആ പ്രോജക്റ്റ് നടക്കില്ല. 2 നായന്മാരായിരുന്നു. വല്ലപ്പോഴുമൊക്കെ ബിജു ഡോക്ടർ വല്ലപ്പോഴൊക്കെ ഇത് ആലോചിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. അടൂരിനേക്കാൾ നന്നായി അടൂരുകാരനായ ബിജുവിന് സിനിമയെ പുറത്തെങ്ങനെ വിറ്റെടുക്കണമെന്നറിയാം. അതിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നു, അടൂർ ഗോപാലകൃഷ്ണന് പോലും കഴിയാത്ത രീതിയിൽ ഇവിടെ ഓടാത്ത, ഇവിടെ ആരും ചർച്ച ചെയ്യാത്ത സിനിമകൾ കൊണ്ടുവന്ന് വിദേശത്ത് എങ്ങനെ വിറ്റെടുക്കണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഡോക്ടർ ബിജു. അതുകൊണ്ടാണ് പലപ്പോഴും ചൈനയിലും റഷ്യയിലും ഒക്കെ ചെന്ന് നിന്ന് അവാർഡ് വാങ്ങുന്നത്. ഇവിടെ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിൽ തേങ്ങ വാങ്ങിച്ചു, മാങ്ങ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് അവാർഡുകൾ വരുന്നില്ലേ? ഇവിടുത്തെ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ പോലും വാല്യൂ ഇല്ലാത്ത ഫെസ്റ്റിവലുകളാണ്. പത്രത്തിൽ വരുമ്പോൾ ഈ പത്രക്കാർക്ക് ഇതെന്ന് പറഞ്ഞൂടല്ലോ. പത്രത്തിൽ വരുമ്പോൾ കൽക്കട്ട ഫിലിം ഫെസ്റ്റിവലിൽ അല്ലെങ്കിൽ ഹിമാലയം ഫിലിം ഫെസ്റ്റിവലിൽ മറ്റേ പടത്തിന് ഒലക്ക കിട്ടി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരും. അതുപോലെ ലോകത്തെവിടെയൊക്കെയോ ചെന്ന് ബിജു ഡോക്ടർ ഒരുപാട് അവാർഡുകൾ വാങ്ങുന്നുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്, താങ്കളൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലെങ്കിൽ കറകളഞ്ഞ ഒരു കലാകാരനോ ആണെങ്കിൽ താങ്കൾ ഈ ജാതി പറഞ്ഞ് കളിക്കരുത്. ഇപ്പോൾ ബിജു ഡോക്ടർ എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കിയാൽ പിറ്റേ ദിവസം നമുക്ക് യൂട്യൂബ് തുറക്കാൻ പറ്റില്ല, അല്ല വാട്സാപ്പ് തുറക്കാൻ പറ്റില്ല. വാട്സാപ്പിലെല്ലാം അയ്യങ്കാളിയുടെ പടം വെച്ച കുറേ ആളുകൾ നായന്മാരെ ചീത്ത വിളിക്കുന്ന കുറേ കമൻറ്റുകൾ വരും.
അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബിജു ഡോക്ടർ ഇനിയെങ്കിലും എനിക്ക് നല്ല ബന്ധമുള്ള ആളാണ്. ഞാൻ പറയുന്നു, ബിജു ഡോക്ടറെ, താങ്കൾ ഇനിയെങ്കിലും കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ജാതി പറഞ്ഞ് കളിക്കരുത്. താങ്കൾ ജാതി പറഞ്ഞ് കളിക്കുന്ന അതൊരു എളുപ്പ വഴിക്ക് വേണ്ടി താങ്കൾ ചെയ്യുന്നതാണ്. ഇപ്പം രഞ്ജിത്ത് ജനിച്ചത് നായരാണെന്ന് തോന്നുന്നു രഞ്ജിത്ത്. അതുകൊണ്ട് അയാളെ ഒരു മാടമ്പിയാക്കി നിർത്തുകയും, നിങ്ങൾ ജനിച്ചത് എന്താ പറയുക അയ്യങ്കാളിയുടെ സമുദായത്തിൽപ്പെട്ടതുകൊണ്ടായിരിക്കാം. അയ്യങ്കാളിയുടെ പടം വെച്ചുള്ളവരാണല്ലോ എല്ലാവരും ബിജു ഡോക്ടറെ പിന്തുണയ്ക്കുന്നത്. പക്ഷേ അപ്പോഴും ബിജു ഡോക്ടർ ഒരു കാര്യം ഓർക്കുക, നെടുമുടി വേണു എന്ന് പറഞ്ഞ വേണുഗോപാൽ എന്ന് പറയുന്ന നായരും നവ്യ നായർ എന്ന് പറഞ്ഞ നായരുമാണ് നിങ്ങൾക്ക് ആദ്യം സൈറയ്ക്ക് ഡേറ്റ് തന്നത്. ആ ബോധം നിങ്ങൾക്കുണ്ടാവണമെന്ന് ഞാൻ പറയും. ഇവിടെ എങ്ങും ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകൾ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് ആദ്യം പഠിക്കേണ്ടതും ഡോക്ടർ ബിജു ആണെന്ന് ഞാൻ പറയും. ബിജു ഡോക്ടർ പഠിക്കണം രഞ്ജിത്ത് പറഞ്ഞ കാര്യം. അതായത് അദൃശ്യ ജാലകങ്ങൾ കാണാൻ മേളയിൽ ആളില്ലായിരുന്നു എന്ന് രഞ്ജിത്ത് പറഞ്ഞത് വലിയ അപരാധമാണെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ എൻ്റെ സിനിമകൾ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് സുരാജ് വെഞ്ഞാറമൂടടക്കം ഇന്ദ്രൻസ് അടക്കം ആരെല്ലാം അഭിനയിച്ചു. ആ സിനിമകളൊന്നും ക്ലച്ച് പിടിക്കാത്തത് എന്തെന്ന് താങ്കൾ ആലോചിക്കണം എന്ന് ഞാൻ പറയും. മുൻഗാമിയുടെ ബുദ്ധിയെങ്കിലും രഞ്ജിത്തിന് ഇല്ലാതെ പോയതാണ് വേറൊരു പ്രശ്നമെന്ന് ഞാൻ പറയും. കാരണം രഞ്ജിത്തിന് മുമ്പിരുന്ന ആളിക്കുറിയനെ നമ്പരെന്ന് പണ്ടുള്ളവർ പറയുന്നതിന് എനിക്ക് പലപ്പോഴും ശരിയാണെന്ന് തോന്നുന്നത് ഈ മുൻ ചെയർമാനെ ആലോചിക്കുമ്പോഴാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ 5 വർഷക്കാലവും ഓരോ കമ്മിറ്റിയിൽ ബിജു ഡോക്ടറെ എടുക്കും. അതുകൊണ്ട് എന്ത് പറ്റിയെന്നാൽ അദ്ദേഹത്തിന് 5 വർഷവും ബിജു ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു പരിഭവമോ പരാതിയോ വന്നില്ല. പക്ഷേ രഞ്ജിത്ത് വന്നപ്പോൾ എന്താ പറയുക, ഇയാളെ ഒരു കമ്മിറ്റിയിലും എടുക്കാതെ പോയതാണ് തെറ്റ് എന്ന് ഞാൻ പറയും. ബിജു ഡോക്ടർ എന്നും ഒരു റബൽ പരിവേഷം കെട്ടാൻ കൊതിക്കുന്ന ആളാണ്. റബലായിട്ട് നിൽക്കണം, എന്ത് പറഞ്ഞാലും ഇടം തടിച്ച് നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിൽ ഇലക്ഷനിൽ നിന്ന് തോറ്റപ്പോൾ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു. 2-3 മീറ്റിങ്ങിന് വന്നിട്ട് അദ്ദേഹം സ്വയം പിന്നെ വരാതായി. സമാന്തര ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ട്. ഫിലിം ഫെസ്റ്റിവലിനെതിരെ സമാന്തര ഫെസ്റ്റിവൽ ടാഗോർ തിയേറ്ററിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി മോഹൻലാലിനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ വിവാദം ഉണ്ടാക്കി. കൂകി വെളുപ്പിക്കും, മോഹൻലാലിന് സ്റ്റേജിലിരിക്കാൻ പറ്റാതെ ആക്കും എന്നൊക്കെ പറഞ്ഞ് വാചകം അടിച്ചു. എന്നിട്ട് അദ്ദേഹം തന്നെ പോയി മോഹൻലാലിനോടൊരു കഥ പറഞ്ഞു, ഡേറ്റിന് വേണ്ടി പോയി കണ്ട് കഥ പറഞ്ഞു. എന്തുകൊണ്ടോ മോഹൻലാൽ ഡേറ്റ് കൊടുത്തില്ല. അപ്പോൾ ഒരേ സമയം പല കളികൾ ഡോക്ടർ കളിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയും. എന്നെ കാണുമ്പോൾ ഇനി ഡോക്ടറും ഈ പറഞ്ഞ പോലെ ഈ മുഖം വലിച്ച് കയറ്റരുത് രഞ്ജിത്തിനെ പോലെ. കാരണം ഡോക്ടർ എന്നെ കാണുമ്പോൾ സമ്പന്നമായി ചിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയണം ഡോക്ടറെ, നമ്മൾ പല റോളുകൾ വെച്ച് കളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ സനൂസിയും നാന പടേക്കറും വന്നപ്പോൾ അതറിയാതെ പോയതും എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഡോക്ടറോട് ചോദിക്കുന്നു. ഡോക്ടർ അത് പ്രതിഷേധിക്കുമ്പോൾ അതും കൂടെ പറയണമായിരുന്നു. എന്നാലും ഞാൻ പറയുന്നു, രഞ്ജിത്ത് എങ്ങാനും പടിയിറങ്ങാൻ സാധ്യത ഉണ്ടെങ്കിൽ അടുത്ത 2 വർഷക്കാലം ഇനി നിങ്ങൾ പണി നന്നായി മനസ്സിലായി, നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞ് 23-ാം തീയതി കഴിയുമ്പോൾ സജി ചെറിയാൻ വിളിച്ച് ഒരു കടലാസിലിങ്ങ് എഴുത്തൊരു രാജി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സജി ചെറിയാനോട് പറയുന്നു, 2 വർഷക്കാലം പരീക്ഷിക്കാവുന്ന ഒരു ചെയർമാനായിട്ട് പരീക്ഷിക്കാവുന്ന ആളാണ് ഡോക്ടർ ബിജു. ബിജു ഡോക്ടർ 2 വർഷം ഇരിക്കട്ടെന്നേ, ചിലപ്പോൾ ഡോക്ടർ മികച്ച ചെയർമാനാണ് എന്ന് തെളിയിക്കും. കാരണം ചുരുങ്ങിയ കാലം കൊണ്ട് TV ചന്ദ്രൻ അടക്കമുള്ള നിഷേധികളെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് റബലുകളുടെ നേതാവായി ജാതിക്കാട് അടക്കം ഇറക്കി കളിച്ച് വിജയിച്ച ആളാണ് അദ്ദേഹം. അടൂരിൻ്റെയും ഷാജിയൻ കരുണിൻ്റെയും ജനസിൽപ്പെട്ട ഡോക്ടർ വരട്ടെന്നേ 2 വർഷം, അദ്ദേഹത്തിൻ്റെയും കൊതി തീരട്ടെ. അക്കാഡമിയുടെ രഞ്ജിത്ത് ഇറങ്ങുകയാണെങ്കിൽ അടുത്ത് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു പേരാണ് ബിജു ഡോക്ടർ എന്ന് ഞാൻ പറയും. കാരണം ബിജു ഡോക്ടർ എന്നല്ല, ദൈവം തമ്പുരാൻ നേരിട്ട് വന്നാലും ഫിലിം ഫെസ്റ്റിവൽ വരുമോ? അവിടെ ഒരു കൂട്ടം താപ്പാനകൾ സ്ഥിരമായി ഇരിക്കുന്ന സ്ഥലമാണെന്ന് ഡോക്ടർക്ക് അറിയാമെന്ന് എനിക്കറിയണ്ട, പക്ഷേ എനിക്കറിയാം. കഴിഞ്ഞ 28 വർഷമായി UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ഇനി നാളെ ഒരു കാലം BJP വന്നാലും ഇനി ബിജു ഡോക്ടർ അല്ല ദൈവം തമ്പുരാൻ ചെയർമാനായി വന്നാലും ശരി, അവിടെ ഒരു കോക്കസ് ഉണ്ട്. അവർ തന്നെ ആയിരിക്കും ആര് ഭരിച്ചാലും ഫെസ്റ്റിവൽ നിയന്ത്രിക്കുന്നത്. അതൊന്നും മാറ്റാൻ ബിജു ഡോക്ടറെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. IFFKയിലേക്ക് തിരഞ്ഞെടുക്കുന്ന സിനിമകൾക്ക് യോഗ്യത വേണം എന്നതുപോലെ അത് തിരഞ്ഞെടുക്കുന്ന ജൂറി അംഗങ്ങൾക്കും യോഗ്യത വേണമെന്നാണ് ബിജു ഡോക്ടർ പറയുന്നത്. അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തവണത്തെ ഈ പറയുന്ന മലയാള സിനിമ തിരഞ്ഞെടുത്തത് VM വിനുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു. VM വിനു എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് രഞ്ജിത്തിൻ്റെ മനസ്സാക്ഷിയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത്, ഒരു കുഞ്ഞ് അവാർഡ് പോലും വാങ്ങിയിട്ടില്ലാത്ത, ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പോലും പങ്കെടുത്തിട്ടില്ലാത്ത, നവസിനിമകളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ഒരു സംവിധായകനാണ്, പേര് പറയാതെയാണ് പറഞ്ഞത്, ഞാൻ പേര് പറയുന്നു, VM വിനു ആയിരുന്നു മലയാള സിനിമ തിരഞ്ഞെടുത്ത ജൂറി. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് VM വിനുവിന് അവിടെ ഒരു റോളുമില്ലായിരുന്നു. കൃഷ്ണേന്ദു കലേഷ് എന്നൊക്കെ പറയുന്ന ബുദ്ധിജീവി സിനിമകളുടെ വക്താക്കൾ തന്നെയാണ് മലയാള സിനിമ തിരഞ്ഞെടുത്തത് എന്നാണ് എന്നോട് പലരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബിജുവിൻ്റെ ഒരു പടത്തിൻ്റെ പരാതി വന്നതല്ലാതെ വേറെ ആരും പരാതി പറഞ്ഞിട്ടില്ല. കാരണം
നവസിനിമകൾക്ക് ഒരുപാട് സാധ്യതകൾ ഈ വർഷം നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ എന്താ പറയുക, വി എം മിനുവിന് ഒരു റോളും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ മുൻ വർഷങ്ങളിൽ ടി വി ചന്ദ്രനും ബി കെ ജോസഫും അടക്കമുള്ള ബുദ്ധിജീവികളിരുന്ന് സിനിമ സെലക്ട് ചെയ്ത കാലത്ത് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. എന്താ അത് ബിജു ഡോക്ടർ ഓർക്കാത്തതെന്ന് എനിക്കറിയില്ല. ഈ വർഷം മലയാളം ജൂറി ചെയർമാനായ സംവിധായകൻ തിയേറ്റർ വിജയം നേടിയ സിനിമകൾ എടുത്ത ആളാണ്. അതൊരു വലിയ കുഴപ്പമാണോ ബിജു ഡോക്ടറെ? തിയേറ്ററിൽ കളക്ഷൻ നേടുന്ന സിനിമകൾ എടുക്കുന്നവൻ സിനിമാക്കാരല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു ചലച്ചിത്രമേളയിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. തീർച്ചയായും പങ്കെടുക്കാത്ത എത്രയോ പേര്. നിങ്ങൾ ഈ ഓരോ ഫിലിം ഫെസ്റ്റിവലിൽ പോയി അവിടെ ഉള്ള ആളുകളെയൊക്കെ സ്വാധീനിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മളൊരു പൊട്ടപ്പടം കൊണ്ടുവന്നാൽ എങ്ങനെയൊക്കെ അവാർഡ് തരപ്പെടുത്താമെന്നൊക്കെ നോക്കി നടക്കുന്ന ബുദ്ധി രാക്ഷസന്മാരുടെ ഇടയിൽ ചിലപ്പോൾ വി എം വിനുമാർ ഫിലിം ഫെസ്റ്റിവലിന് വന്നു കാണില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പോലും IFKയിൽ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ബാലേട്ടൻ പോലെ എന്താ പറയുക, ജനങ്ങൾ കാണുന്ന നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട് ബിനു. അത് നമ്മൾ മറക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയും. അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരങ്ങളും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പുരസ്കാരം കിട്ടിയ എത്ര പേർ അതിന് യോഗ്യതയുള്ളവരുണ്ടെന്ന് ബിജു ഡോക്ടർ ആലോചിക്കുന്നത് നല്ലതാണ്. എനിക്കൊരു സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടില്ല എന്ന് ഡോക്ടർ തന്നെ പറയുന്നു. വിമർശിക്കാത്തവർക്ക് പുരസ്കാരങ്ങളും രാജ്യാന്തര മേളകളിൽ ജൂറിയുമാകാം. 28 വർഷമായപ്പോൾ ഫെസ്റ്റിവൽ ഗ്ലോറിഫൈഡ് തൃശ്ശൂർ പൂരമായി എന്നാണ് ഡോക്ടർ പറയുന്നത്. അത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഞാൻ ആലോചിച്ചപ്പോഴേ ഫിലിം ഫെസ്റ്റിവലാണ് നടക്കുന്നത്. ഫിലിം ഫെസ്റ്റിവൽ 28 വർഷം എത്തിയപ്പോൾ അവിടെ കമ്മൽ, ചെരുപ്പ്, ചുരിദാർ ഒക്കെ വിൽക്കുന്ന പവലിയൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു തെമ്മാടിത്തരം അല്ലെങ്കിൽ എന്തൊരു മോശത്തരം എന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തവണ ടാഗോർ തിയേറ്ററിൽ കമ്മൽ കച്ചവടം, മാല കച്ചവടം, ചെരുപ്പ് കച്ചവടം, തുണി കച്ചവടം ഒക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു തൃശ്ശൂർ പൂരമായി ഗ്ലോറിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്ന ആളാണ്. വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല ഫിലിം ഫെസ്റ്റിവൽ എന്നാണ് കാന പറയുന്നത്. IFKയുടെ ശോഭ കെടുത്തി സമാന്തര യോഗം നടത്തിയത് ശോഭ വർദ്ധിപ്പിക്കാനാണെന്നാണ് ആയിരിക്കാം കാനയുടെ ചിന്ത. IFKയുടെ ശോഭ രഞ്ജിത്ത് വരിക്കാശ്ശേരി മന പോലെ ആക്കി നശിപ്പിച്ചു. പക്ഷേ ഞങ്ങൾ റബൽ മീറ്റിംഗ് കൂടിയത് ശോഭ വർദ്ധിപ്പിക്കാനെന്നാണ് കാന വിചാരിക്കുന്നതെന്ന് തോന്നുന്നു. മുണ്ടിൻ്റെ തുമ്പം പിടിച്ച് ചെയർമാൻ നടക്കുന്നു 6-ാം തമ്പുരാനായി. എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ പൊന്ന് കാന? ചിലർ മുണ്ടിൻ്റെ തുമ്പം പിടിച്ച് കിടന്നാൽ നമുക്ക് നല്ല ലുക്ക് തോന്നും. ചിലർ മുണ്ടെടുത്ത് ഊരി തലയിൽ കെട്ടിയാൽ പോലും ആ ലുക്ക് തോന്നാത്തത് എന്ത് ചെയ്യാൻ പറ്റുമെന്നേ. അയാൾ വർഷങ്ങളായി മുണ്ടും ജുബ്ബ ഉപയോഗിച്ച് നടക്കുന്ന ആളാണ്. ഇനി അടുത്ത ഫിലിം ഫെസ്റ്റിവലിന് കാനിയും ഒരു കാര്യം ചെയ്യും, മുണ്ടും ജുബ്ബയൊക്കെ ആയിട്ട് വാ. അല്ലാതെ ഇങ്ങനെയൊക്കെ ആണോ ഒരു ചെയർമാനെ വിലയിരുത്തുന്നത്? അക്കാഡമിയുടെ പരിപൂർണ നിയന്ത്രണം തൻ്റെ കയ്യിലാണെന്ന ധിക്കാരമാണ് ചെയർമാനുള്ളതെന്ന് കാന പറയുന്നു. ഫെസ്റ്റിവൽ ആലോചനാ യോഗത്തിൽ പോലും ചെയർമാൻ ഇല്ലായിരുന്നു എൻ്റെ പൊന്നു കാന. ചെയർമാൻ അനാരോഗ്യവാനായതുകൊണ്ട് ഫെസ്റ്റിവലിൻ്റെ ആലോചന യോഗത്തിനൊന്നും വന്നില്ല. കാനമാരെല്ലാം കൂടെയാണ് തീരുമാനിച്ചത്. ആരെയൊക്കെ കമ്മിറ്റിയിലെടുക്കണം, ഏതൊക്കെ അക്കന്മാരെ എടുക്കണമെന്നൊക്കെ തീരുമാനിച്ചത് നിങ്ങളല്ലേ. എന്നിട്ട് അയാളാണ് എല്ലാ പരിപൂർണ നിയന്ത്രണവും രഞ്ജിത്തിൻ്റെ കയ്യിലാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയർമാനോട് വിധേയത്വമില്ല, അക്കാഡമിയോടും സർക്കാരിനോടുമാണ് വിധേയത്വമെന്ന് കാന പറയുന്നു. അക്കാഡമിയോടോ സർക്കാരിനോടോ എന്തെങ്കിലും ഒരു വിധേയത്വം, നിങ്ങളെ GC മെമ്പറാക്കിയതിൻ്റെ വിധേയത്വം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമാന്തര യോഗം കൂടുമോ? എനിക്കറിയില്ല. സെക്രട്ടറിയും ബാക്കിയുള്ളവരും രാവും പകലും അധ്വാനിച്ച് ഫെസ്റ്റിവൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെങ്ങനെ രഞ്ജിത്ത് ഹൈജാക്ക് ചെയ്തു എന്ന് കാനയാണ് പറയേണ്ടത്. അവിടെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി സെക്രട്ടറിയും അവിടുത്തെ മുഴുവൻ സ്റ്റാഫിനെ നിർത്തിയാണല്ലോ രഞ്ജിത്ത് സമാപന യോഗത്തിൽ നന്ദി പറഞ്ഞത്. അപ്പോൾ പിന്നെ ഹൈജാക്ക് ചെയ്തു എന്ന് എങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. അക്കാഡമിയുടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന് അക്കാഡമിയെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ ചെയർമാൻ നടത്തുന്നു. ആർട്ടിസ്റ്റുകളെ മോശമായി അവഹേളിക്കുന്നു, പുച്ഛിച്ചു തള്ളുന്നു. ധിക്കാരപരമായ നടപടികൾ, കള്ളത്തരങ്ങൾ, മാടമ്പിത്തരം. ചെയർമാൻ പദവിക്ക് ഭൂഷണമല്ല. ഒന്നുകിൽ തിരുത്തണം, അല്ലെങ്കിൽ പുറത്തു പോകണം. അത് പറയാനൊന്നും കാനയ്ക്കും യോഗ്യതയില്ല. ആ GC മെമ്പറായ 15 എണ്ണത്തിനും അതിനുള്ള യോഗ്യതയില്ല. നിങ്ങൾ ഇരിക്കണോ വേണ്ടേ, പുറത്തു പോകണോ എന്നൊക്കെ തീരുമാനിക്കാൻ മുഖ്യമന്ത്രിക്കോ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കോ കഴിയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അക്കാഡമി സെക്രട്ടറി, കൾച്ചറൽ സെക്രട്ടറി, സാംസ്കാരിക മന്ത്രി എന്നിവർക്ക് 15 പേരിൽ 9 പേർ ഒപ്പിട്ട പരാതി ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അഞ്ജലി മേനോൻ സ്വയം മാറി നിൽക്കുന്നു, പകരം കൊക്കിനെ കൊണ്ടുവരുമെന്ന് പറയാൻ ഒരവകാശവുമില്ല. ചെയർമാൻ്റെ കസേരയിലോ ഓഫീസിലോ ഇരുന്നല്ല ചെയർമാൻ ഇത് പറഞ്ഞത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് 15 പേരിൽ 9 പേർ ഫിലിം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമാന്തര യോഗം കൂടിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ പറയുമ്പോഴും രഞ്ജിത്ത് ചെയ്തതെല്ലാം ശരിയാണെന്നോ ബിജു ഡോക്ടർ പറഞ്ഞത് ശരിയാണെന്നോ രണ്ടും കൂട്ടരിലും പകയുണ്ട്. എന്താണ് 23-ാം തീയതി കഴിഞ്ഞ് കേരളീയമല്ല നവകേരള യാത്ര കഴിഞ്ഞിട്ട് പരാതിക്കാരെയും വിളിച്ച് സംസാരിക്കാം, ചെയർമാനെയും വിളിച്ച് സംസാരിക്കാം, എന്നിട്ട് തീരുമാനം എടുക്കാമെന്ന് സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവൽ സമയത്ത് അവാർഡ് കൊടുക്കാനായിട്ട്
മുഖ്യമന്ത്രി വരില്ല എന്ന് ആദ്യം നിയമസഭ കൂടുന്നുകൊണ്ട് വരില്ല എന്നുള്ള അറിയിപ്പ് വരികയും അദ്ദേഹത്തിൻ്റെ PA വിളിച്ചിട്ട് ഇല്ല 15 മിനിറ്റെങ്കിലും അദ്ദേഹം വരണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു, അത് സജി ചെറിയാൻ പോലും അറിയില്ലായിരുന്നു എന്ന് രഞ്ജിത്ത് പറഞ്ഞതിൻ്റെ ഒരു ചൊരുക്ക് സജി ചെറിയാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ചൊരുക്കൊന്നുള്ള ഒരാളല്ല എന്നാണ് സജി ചെറിയാൻ. എന്തായാലും കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിനും കുളമാക്കി, ഈ ഫിലിം ഫെസ്റ്റിവലിനും കുളമാക്കി. അതിൽ മുഖ്യമായ റോള് രഞ്ജിത്ത് തന്നെ വഹിക്കുകയും ചെയ്തു. അടുത്ത ഫിലിം ഫെസ്റ്റിവലിലെങ്കിലും രഞ്ജിത്തിൽ നിന്ന് ഇത്തരം മോശമായ വാക്കുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒപ്പം കൂടെ നിൽക്കേണ്ട ഈ 15 GC മെമ്പർമാരിൽ 9 പേർ സമാന്തര യോഗം കൂടിയത് തെമ്മാടിത്തരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നോക്കാം. ഫിലിം അവാർഡ് പോലെ തന്നെ ഫിലിം ഫെസ്റ്റിവലുകളും വിവാദങ്ങളുടെ കൂത്തരങ്ങായി മാറുന്നത് എങ്ങനെ മാറ്റാമെന്ന് അതിൻ്റെ അണിയറ പ്രവർത്തകർ ആലോചിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.